നമസ്കാരം. സൈലന്റ് നീറ്റ് ഇൻഫോ സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ നിങ്ങളുടെ മറ്റൊരു പ്രധാനപ്പെട്ട സംശയമാണ് ഇന്ന് ക്ലിയർ ചെയ്യുന്നത്. കേരളത്തിലെ ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്. അതിന്റെ ഒരു പ്രയോറിറ്റി എന്താണ്? ഏത് കോളേജ് ഇപ്പൊ നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചോയ്സ് കൊടുക്കാം. അലോട്ട്മെന്റ് അഥവാ കൗൺസിലിംഗിൽ പങ്കെടുക്കാം. കഴിഞ്ഞ വീഡിയോസിലേക്ക് നമ്മൾ പറഞ്ഞു 2 തരത്തിലുള്ള കൗൺസിലിംഗ് ആണ് നടക്കുന്നത്. ഏതൊക്കെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഏകദേശം സെറ്റ് ആയിട്ടുണ്ടോ ഈ വിവരങ്ങളൊക്കെ അല്ലെ? 2 തരത്തിലുള്ള കൗൺസിലിംഗ് ഏതൊക്കെയാ? ഒന്ന് MCC കൗൺസിലിംഗ്, അത് ഓൾ ഇന്ത്യ ലെവലാണ്. രണ്ടാമത്തതാണ് നമ്മുടെ സ്വന്തം കേരള ഗവൺമെന്റ് നടത്തുന്ന CE, കോളേജ് എൻട്രൻസ് കമ്മീഷണർ അല്ലെ, കമ്മീഷൻ ഓഫ് എൻട്രൻസ് എക്സാമിനേഷൻ CE നടത്തുന്ന രണ്ടാമത്തെ കേരള സ്റ്റേറ്റിന്റെ കൗൺസിലിംഗ്. അപ്പൊ എന്ത് ആയിക്കഴിഞ്ഞാലും നമ്മുടെ കോളേജുകൾ, അപ്പൊ ആദ്യത്തെ കോളേജുകൾ ഗവൺമെന്റ് കോളേജുകളാണ്, രണ്ടാമത്തത് പ്രൈവറ്റ് അഥവാ സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണ്. എന്തായി കഴിഞ്ഞാലും ഈ കോളേജുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ നമുക്ക് ഒരു കോളേജ് നല്ലതാണോ മോശമാണോ എന്നൊന്നും അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. ഒരു കോളേജിനെ ചൂണ്ടിയിട്ട് അത് മോശം കോളേജ്, ഇത് നല്ല, അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ ഡാറ്റ എടുത്തിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ 2025 ലാസ്റ്റ് റാങ്ക് നോക്കിയ കുട്ടികൾ കൊടുത്ത പ്രിഫറൻസ് ആണ്. അതായത് ഉയർന്ന റാങ്ക് കിട്ടിയ കുട്ടികളെ ഏത് കോളേജിനാണ് ചോയ്സ് കൊടുത്തത്, അതിന്റെ ഒരു ഐഡിയ നമ്മുടെ കയ്യിലുണ്ട്. അല്ലാതെ ഈ കോളേജിൽ ലിസ്റ്റിൽ ഒരു കോളേജ് താഴെ വന്നുകൊണ്ട് അത് മോശം കോളേജാണ് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ 2025 കുട്ടികൾ പ്രാധാന്യം കൊടുത്തത്, കുട്ടികൾ പ്രിഫറൻസ് കൊടുത്തത് ഈ കോളേജുകൾക്കാണ്. അപ്പൊ ആ കോളേജുകളുടെ ഒരു ലിസ്റ്റാണ് ഞാനിവിടെ തരുന്നത്. ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഡിമാൻഡിംഗ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിരിക്കുന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോടാണ്. അപ്പൊ ഇതിന്റെ റാങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കണ്ട. അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് റാങ്ക് ആണ്, അതിനുശേഷം കുറച്ച് സീറ്റ്സ് ഒക്കെ അവിടെ കയറിയിട്ടുണ്ട്. എന്നാലും ജസ്റ്റ് ഒരു ഓർഡറിന് വേണ്ടിയിട്ട് എന്ത് ബേസിലാണ്, നിങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലൊരു ചോദ്യം ഉണ്ടാവില്ല, എന്തിന്റെ ബേസിലാണ് നിങ്ങൾ ഇതിനെ നല്ല കോളേജ് എന്ന് പറയുന്നത്? അതിന്റെ ആൻസർ ഇതാണ്, ലാസ്റ്റ് റാങ്കിനെ ബേസ് ചെയ്തിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ കുട്ടികൾ പ്രാധാന്യം കൊടുത്തിട്ട് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ്. രണ്ടാമതായിട്ട് വന്നിരിക്കുന്നത് തിരുവനന്തപുരം. ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ കോഴിക്കോടും തിരുവനന്തപുരം ഒക്കെ. പക്ഷെ സെക്കൻഡ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരമാണ്. മൂന്നാമതായിട്ട് കുട്ടികളെ ഇമ്പോർട്ടൻസ് പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് തൃശൂർ മെഡിക്കൽ കോളേജിനാണ്. നാലാമതായിട്ട് കൊടുത്തിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനാണ്. അപ്പൊ നിങ്ങളുടെ, ഞാനൊരു കാര്യം എപ്പോഴും പറഞ്ഞത്, നമുക്ക് 720 മാർക്ക് കിട്ടിക്കഴിഞ്ഞാലും നമുക്ക് MBBS സീറ്റ് കിട്ടണമെന്നില്ല. എന്തുകൊണ്ടാണ്? 720 കിട്ടിയ കുട്ടിയും 720 650 കിട്ടിയ കുട്ടിയും 690 കിട്ടിയ കുട്ടിയും എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം? ദേ മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ എന്താണ് MCC അലോട്ട്മെന്റ് ഓർ കേരള ഗവൺമെന്റ് അലോട്ട്മെന്റ്. അങ്ങനെ അലോട്ട്മെന്റിൽ നമ്മളാണ് ചോയ്സ് കൊടുക്കുന്നത്. ഇത്രയും കോളേജുകൾ ഏത് എനിക്ക് വേണം എന്ന് പറഞ്ഞത് നിങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റ് അല്ലെങ്കിൽ ഈ പ്രയോറിറ്റി ഓർഡർ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് കോട്ടയം കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ പ്രാധാന്യം കൊടുത്തിരിക്കുന്ന ആലപ്പുഴയാണ്. ആലപ്പുഴ കഴിഞ്ഞാൽ കൊല്ലം പാരിപ്പള്ളിയിലെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, അതിനാണ് 6ാമത്തെ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത്. 7, 8, 9 ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പൊ ഞാൻ ഈ മഞ്ചേരി താഴെ കൊടുത്തിരിക്കുന്ന പറഞ്ഞും കൊണ്ടല്ല, അതൊരു ഓർഡർ സ്ലൈറ്റ് ചേഞ്ച് ആയതാണ്. 7, 8, 9 പോസിറ്റിലേക്ക് മഞ്ചേരി, അതുപോലെ തന്നെ എറണാകുളം, മഞ്ചേരി, കണ്ണൂർ, എറണാകുളം, ഈ 3 കോളേജുകൾ നിങ്ങൾ കൊടുക്കാം. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടിയല്ലോ. കോഴിക്കോട്, തിരുവനന്തപുരം, തൃശൂർ, കോട്ടയം, ആലപ്പുഴ, കൊല്ലം, പിന്നെ ഇത് 3 ഏകദേശം ഒരേ റേഞ്ചാണ്. മഞ്ചേരി താഴെ കൊടുത്തോണ്ട് അത് മോശം കോളേജ് ഒന്നും അർത്ഥമില്ല, ജസ്റ്റ് മുള്ളാണ് വരേണ്ടത്. മഞ്ചേരി, എറണാകുളം, കണ്ണൂർ ഓൾമോസ്റ്റ് സെയിം റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ശരി. പിന്നെ കുട്ടികൾ ഒരു ലോ ഡിമാൻഡ് ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം, അതിന് പല റീസൺസ് ഉണ്ട്. പുതിയ കോളേജുകളാണ്, അവിടുത്തെ പേഷ്യൻസിന്റെ എണ്ണം കുറവ്, പല ഇൻഫ്രാസ്ട്രക്ചറിന്റെ കുറവുകൾ, പല റീസൺസ് പറയാനുണ്ടാവും. എന്നാലും നമുക്ക് ആ ഡാറ്റ വെച്ചിട്ടുള്ള ഒരു അസംഷനാണ് ഞാൻ ഈ പറയുന്നത്. ഒരു ലോ പ്രിഫറൻസ്, പുതിയ കോളേജുകൾ കുറച്ച് ഡിമാൻഡ് കുറഞ്ഞതായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കാണുന്ന കോളേജുകൾ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പാലക്കാട്, പിന്നെ കോന്നി പത്തനംതിട്ടയിലെ മെഡിക്കൽ കോളേജ്, ഇടുക്കിയിലുള്ള മെഡിക്കൽ കോളേജ്, പിന്നെ കാസർഗോഡ് പുതിയൊരു മെഡിക്കൽ കോളേജ്, പിന്നെ വയനാട് മെഡിക്കൽ കോളേജ്. ഈ കോളേജുകളിൽ താരതമ്യേന പുതിയതായതുകൊണ്ട് സൗകര്യങ്ങളുടെ അപര്യാപ്തത കൊണ്ട് കുട്ടികൾ കുറഞ്ഞ പ്രിഫറൻസ് കൊടുത്തായിട്ടാണ് കാണുന്നത്. അതിന്റെ അർത്ഥം അത് മോശം കോളേജുകൾ എന്നല്ല കേട്ടോ. ഞാൻ ഒരു കോളേജിനെയും കുറ്റം പറയുന്നില്ല. അത് കഴിഞ്ഞ വർഷത്തെ ഒരു ഡാറ്റ വെച്ചിട്ട് എടുത്ത ഒരു അനാലിസിസ് മാത്രമാണ്. ഇനി നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കുട്ടികൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന ടോപ്പ് പ്രൈവറ്റ്. അതായത് നിങ്ങൾക്കറിയാം, ഒരു 8.5 to 10 lakhs റേഞ്ചിൽ, അത് പൊതുവെ കർണാടകയോടും തമിഴ്നാടിനൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിലാണ് സ്വാശ്രയ കോളേജുകളുടെ ഫീസ് കുറവ്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ അറിയാം, അവിടെയൊക്കെ 15, 16 13, 14, 15, 16 ആ റേഞ്ചിലൊക്കെ പോകുമ്പോൾ ഒരു വിത്തിൻ 10 lakhs ഒതുങ്ങുന്ന രീതിയിലാണ് കേരളത്തിലെ സ്വാശ്രയ കോളേജുകളുടെ ഫീസ് സ്ട്രക്ചർ. ഈ വർഷം ഫീസിന്റെ വേരിയേഷൻ വരുന്നത് എനിക്ക് അറിയില്ല, ചാൻസ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, ഒന്നാമതായിട്ട് കുട്ടികൾ സ്വാശ്രയ മേഖലയിൽ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശ്ശൂരാണ്. തൃശ്ശൂർ തന്നെയുള്ള അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് രണ്ടാമത്തെ പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ ഏത് കോളേജുകളാണ്, ഏത് കാറ്റഗറിയാണ്? സെൽഫ് ഫിനാൻസിങ് അഥവാ പ്രൈവറ്റ്. മൂന്നാമതായിട്ട് മലങ്കര ഓർത്തഡോക്സ് സിറിയൻസ് കോലഞ്ചേരിയുള്ള കോളേജാണ് മൂന്നാമത്തത്.
നാലാമതായിട്ട് വന്നിരിക്കുന്നത് MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണ, അഞ്ചാമതായിട്ട് വന്നിരിക്കുന്നത് ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്. അപ്പൊ ഇത്രയും കോളേജുകളാണ് ഒരു ടോപ്പ് പ്രയോറിറ്റി ലിസ്റ്റിൽ സെൽഫ് ഫിനാൻസിംഗിൽ വന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും മറ്റു കോളേജുകൾ മോശമായതുകൊണ്ടല്ല, കുട്ടികൾ കൊടുത്തിരിക്കുന്ന പ്രയോറിറ്റിയാണ്, അത്രേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. ഒരു കോളേജ് വീണ്ടും ഞാൻ പറയാം, താഴെ ലിസ്റ്റിൽ വന്നിരിക്കുന്ന ഒരു കോളേജും മോശം കോളേജ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് പറയും. പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല, അതുപോലെ തന്നെ ഏഴാമതായിട്ട് ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് തിരുവല്ല, KMCT മെഡിക്കൽ കോളേജ് കോഴിക്കോട്, കേരള മെഡിക്കൽ കോളേജ് പാലക്കാട്, ഡോക്ടർ സോമവേൽ മെമ്മോറിയൽ CSI കോളേജ്, അതുപോലെ SUT അക്കാഡമി ഓഫ് മെഡിക്കൽ സയൻസ്, ട്രാവൻകൂർ മെഡിക്കൽ കോളേജ്, മലബാർ മെഡിക്കൽ കോളേജ്. ഇതാണ് ഒരു മിഡ് ലെവൽ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന പ്രൈവറ്റ് കോളേജുകൾ. ഇനി ഏറ്റവും താഴെയായിട്ട് പൊതുവെ പല കാരണം കൊണ്ട് ലോവർ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്ന കോളേജുകൾ ഇവിടെ കാണാം. ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, അസീസിയ മെഡിക്കൽ കോളേജ്, ഡോക്ടർ മുപ്പൻസ് മെഡിക്കൽ കോളേജ്, മോൺസിയോൺ മെഡിക്കൽ കോളേജ്, PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, കരുണ മെഡിക്കൽ കോളേജ്, അല്ലസർ, പാലക്കാട് പിംസ് എന്ന് പറയുന്ന പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. അപ്പൊ ഇത് തന്നിരിക്കുന്നത് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം ഏത് കോളേജുകൾക്കാണ് കുട്ടികൾ കൂടുതൽ പ്രയോറിറ്റി കൊടുത്തെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളായിട്ട് നമ്മുടെ പുതിയ സൈലം നീറ്റ് ഇൻഫോ സീരീസ് തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്ത വീഡിയോ കേട്ട് കാത്തിരിക്കുക. വീണ്ടും കാണാം.